ബ്രിഗേഡിയർ മോഹൻപിള്ള. ഇപ്പോൾ ഇന്ത്യ ഇതാ തിരിച്ചടിച്ചിരിക്കുകയാണ്. കനത്ത പ്രഹരം തന്നെയാണ് പാകിസ്ഥാന് മേൽ ഇന്ത്യ നൽകിയിരിക്കുന്നത്. 9 കേന്ദ്രങ്ങൾ, ഭീകര കേന്ദ്രങ്ങൾ തന്നെയാണ് ഇന്ത്യ തകർത്തെറിഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള ഒരു യുദ്ധാന്തരീക്ഷം അതെങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒന്ന്, രണ്ടാമത് മനോവീര്യം വളരെ ഉയരത്തിലാണ്. ഇതിനു മുമ്പ് ഞാൻ ഏറ്റവും അധികം ഈ ന്യൂസിൽ നിന്നുള്ള ബൈറ്റിൽ ഞാൻ പറഞ്ഞതാണ് 16 അടിയന്തരത്തിന് തിരിച്ചടിക്കുമെന്ന്. കൃത്യം 15ാമത്തെ രാത്രി കഴിഞ്ഞു, 16ാമത്തെ ദിവസമാണ് അവർക്ക് കൃത്യമായിട്ട് മറുപടി കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഉടനീളം ഇന്ന് മോക്ക് ഡ്രില്ല് നടത്തും എന്ന് വളരെ പ്രഖ്യാപിതമായി പറഞ്ഞപ്പോൾ ഒരു കാരണവശാലും ടെററിസ്റ്റ് പ്രതീക്ഷിച്ചില്ല ഇന്ന് തന്നെ ഷെല്ലാക്രമണം നടത്തും എന്ന കാര്യം. ഇന്ന് മോക്ക് ഡ്രില്ല് നടന്നതിന് ശേഷം മാത്രമാണ് സാധാരണഗതിയിൽ അതിനുശേഷമേ അറ്റാക്ക് നടക്കാറുള്ളൂ. ഇതാണ് ഡിഫൻസ് ഫോഴ്സസിന്റെ സർപ്രൈസ് എന്ന് പറയുന്ന എലമെന്റ്. ഈ സർപ്രൈസ് ഫുൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ അറ്റാക്ക് നടത്തിയിട്ടുള്ളത്. രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എയർ സ്ട്രൈക്ക് ലോകരാജ്യങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് നമ്മൾ പാകിസ്ഥാന്റെ മണ്ണിൽ കയറാതെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഉദ്ദേശം വെച്ച് തന്നെ പ്രിസിഷൻ സ്ട്രൈക്ക്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ മിസൈലിലൂടെ തകർക്കുക, അല്ലെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയുള്ള പ്രിയംറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് തന്നെയാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ഇനിയാണ് കാത്തിരിക്കേണ്ടത്. ടെററിസ്റ്റ് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അവരൊരിക്കലും സാധാരണഗതിയിൽ പോസിറ്റീവായിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു രാജ്യമല്ല. പക്ഷേ അവർ അഡ്മിറ്റ് ചെയ്തു, അറ്റാക്ക് നടന്നിരിക്കുന്നു, ടെററിസ്ഥാൻ തിരിച്ചടിക്കും എന്നുള്ളത്. ഇനിയും മണിക്കൂറുകളിൽ നമുക്ക് എന്തും പ്രതീക്ഷിക്കാം. ഇപ്പോൾ മനസ്സിലാക്കുന്നത് രജൌരി പൂഞ്ച് തന്നെ, അതായത് ഒക്കുപ്പൈഡ് കാശ്മീരിൽ എപ്പോഴും ഞാൻ പറയുന്ന സ്ഥലം തന്നെയാണ് അവർ ടാർഗറ്റും ഷെല്ലാക്രമണവും നടന്നുകൊണ്ടിരിക്കുന്നത്. രജൌരി, പൂഞ്ച്, ദീപർഗലി, അതുപോലെ തന്നെ അക്നൂർ സെക്ടറിലാണ്. അപ്പോ തീർച്ചയായിട്ടും വളരെയധികം മനോവീര്യം ട്രൂപ്സിന് ഉയരത്തിലാക്കുന്ന രീതിയിലുള്ള ഒരു നടപടി തന്നെയാണ് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സ്. സൂചിപ്പിച്ചപ്പോൾ തന്നെ പഹൽഗാമിന് 14ാം ദിനത്തിലാണ് ഇന്ത്യയുടെ ഒരു മറുപടി എന്നുള്ളത്. അത് തന്നെയാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ഓപ്പറേഷൻ സിന്ദൂർ, അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതിന്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണ്? ഈ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം തന്നെ എല്ലാവരെയും സർപ്രൈസിലാക്കിക്കൊണ്ട് തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് ട്രയല് നടത്തുകയാണെന്ന് പറഞ്ഞു. ട്രയല് നടത്തി, അതുപോലെ തന്നെ യമുന എക്സ്പ്രസ് വേയില് ട്രയല് നടത്തി. വീണ്ടും നമ്മൾ ഇന്നലെ മെസ്സേജ് കൊടുത്തു. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ട്രയല് അതിർത്തിയിലോട്ട് മാറ്റി. എല്ലാവരോടും പറഞ്ഞു ട്രയലാണ്, നമ്മുടെ ട്രയലാണ്. ഇതാണ് സർപ്രൈസ് എലമെന്റ് മെയിൻറ്റെയിൻ ചെയ്യും. എവരിബഡി വാസ് ഇൻക്ലൂഡിംഗ് എല്ലാ മീഡിയയും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വ്യോമ അഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വ്യോമ അഭ്യാസം നടക്കുന്നതിന്റെ ഇടയിലാണ് ഒരു അഭ്യാസം ഇടയ്ക്ക് അവിടെ നടത്തിയത്. അത് സർപ്രൈസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഒരിക്കലും ഒരു പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇങ്ങനെയുള്ള ഒരു മിസൈൽ അറ്റാക്ക് നടന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നിന്നുള്ള ഏതൊരു എയർ സ്ട്രൈക്കും ബ്ലോക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെ ഇപ്പോൾ ഇതാ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ വെടിവെപ്പ് തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടെ പുറത്തു വരുന്നുണ്ട്. അതിൽ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ 14ാം ദിവസം ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ തിരിച്ചടി അവർ പ്രതീക്ഷിച്ചിരുന്നു. കാരണം കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ കണക്കുകൂട്ടൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തികമായും ആയുധശേഖരങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം പാകിസ്ഥാൻ വലിയ പിന്നിലായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്ത്യ ഒരു തിരിച്ചടി അത് എപ്പോഴും പാകിസ്ഥാൻ കരുതിയിരുന്നു. പക്ഷേ ഈ ഒരു 14ാം ദിവസത്തെ ഒരു തിരിച്ചടി പാകിസ്ഥാൻ നോക്കിയിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ 3ഇടത്ത് മിസൈൽ ആക്രമണം ഉണ്ടായെന്ന് പാകിസ്ഥാൻ സൈന്യം തീർച്ചയായിട്ടും 3ഇടത്ത് സ്ഥിരീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു കാരണവശാലും സ്ഥിരീകരിക്കുന്ന ഒരു ടെററിസ്ഥാനല്ല. പക്ഷേ അണ്ടർമൈൻ ചെയ്യും. ബട്ട് ഇത് അവർക്ക് സ്ഥിരീകരിക്കേണ്ടി വന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും കാഷ്വാലിറ്റി റേറ്റ് ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നല്ല രീതിയിലുള്ള കാഷ്വാലിറ്റി റേറ്റ് ഉണ്ടാകും. അതിന്റെ വിശദാംശങ്ങൾ വന്നിട്ടില്ല. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് അവിടുന്ന് തന്നെയുള്ള ടെററിസ്റ്റ് തന്നെയുള്ള ന്യൂസ് തന്നെയായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് വിശ്വസനീയമായ രീതിയിൽ. അത് എത്രത്തോളം എന്നാണ് പറയുന്നത്. ഇപ്പോൾ BBC-യോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ പറയുന്നത് 6 പേര് 7 പേര് ഒരു സൈഡിൽ തന്നെ ഉണ്ടായി, അതായത് മരണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷെ അത് എത്രത്തോളം ഒതന്റിക്കാണ് എന്ന് കൃത്യമല്ല.
പക്ഷെ അത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയോ ഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് തന്നെ വിവരം കിട്ടിയതിനു ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ തിരിച്ച് അടിക്കുക തന്നെ ചെയ്തു, ചോരയ്ക്ക് ചോര തന്നെ എടുത്തു എന്നുള്ള രീതിയാണ് നമുക്ക് പറയാനായിട്ട്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മൾ പഹൽഗാമിന് ന്യായം കിട്ടി എന്ന് പറയാം. ബ്രിഗേഡിയർ മോഹൻപിള്ള, ഒരു കാര്യം കൂടി, പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്ന് ഇന്ത്യ തന്നെ പറയുന്നുണ്ട്. ഭീകര കേന്ദ്രങ്ങൾ തന്നെയാണ് ആക്രമിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരൻ മസൂദ് അസർ നേതൃത്വം നൽകുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമാണ് ഈ ഒരു ബഹൽപൂർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കേന്ദ്രം നിരീക്ഷിച്ചു വരികയാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ. അപ്പോൾ ആ ഒരു കേന്ദ്രങ്ങളെ മാറ്റി നിർത്തിയാൽ മറ്റൊരു ഭാഗത്തേക്കും ആക്രമണം ഉണ്ടായിട്ടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഞാൻ എല്ലായ്പ്പോഴും പറയില്ല, ഇന്ത്യ എന്ന് പറയുന്ന നമ്മൾ ഒരിക്കലും ഒരു നോൺ സ്റ്റേറ്റ് അറ്റാക്കിലോട്ട് പോവില്ല. ഒരു സിവിലൈസ്ഡ് അറ്റാക്കിൽ തന്നെയാണ് കാര്യങ്ങളുടെ കിടക്കുന്നത്. നമ്മൾ അതുകൊണ്ടാണ് ടെററിസ്റ്റുകളെ മാത്രം ചെയ്ത് മുന്നോട്ട് പോയി അതേ രീതിയിലുള്ള അറ്റാക്കുകൾ നടത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലായ്പ്പോഴും അതുകൊണ്ട് തന്നെയാണ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റീസ് സ്റ്റാൻഡ് ഉള്ളത്. ബി ഹിറ്റ് ബാക്ക് ആൻഡ് ഡിസ്ട്രോയ് ദ ടെററിസ്റ്റ് ബേസസ് എന്നാണ് ഈ എക്സിൽ വരുന്ന മെസ്സേജ്. അതായത് ടെററിസ്റ്റുകളുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചു, ഇൻക്ലൂഡിംഗ് ലാഹോർ എന്നാണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞതാണ്, ലഷ്കർ-ഇ-തോയ്ബയുടെ ഹെഡ്ക്വാർട്ടർ ഉൾപ്പെടെ. അത് ഇയർമാർക്ക് ചെയ്ത് തന്നെയാണ് നമ്മൾ സെലക്ടീവ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം കൂടെ, ഇന്ന് മോക്ക് ഡ്രിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇനി ഇന്ത്യയുടെ ഒരു അന്തരീക്ഷം, ഇതിപ്പോൾ യുദ്ധത്തിന്റെ ഒരു തുടക്കം ആ ഒരു രീതിയിൽ കണക്കാക്കുകയാണെങ്കിൽ തന്നെ ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു അന്തരീക്ഷം, അതിനെ നമ്മൾ വിലയിരുത്തേണ്ടി വരിക? എവരിത്തിങ് ഡിപെൻഡ്സ്, ഇന്നത്തെ അവരുടെ പ്രത്യാക്രമണം എങ്ങനെ എന്നറിഞ്ഞതിന് ശേഷം അതിനെ പ്രതികരിച്ചായിരിക്കും, അതിനോട് തുടർന്നുള്ള നടപടിയായിരിക്കും അടുത്ത സ്റ്റെപ്പ് വരുന്നത്. എന്ത് തന്നെയാണെങ്കിലും മോക്കറിലും ഇന്ത്യ എല്ലാ രീതിയിലും പ്രിപ്പയർ ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി അവസരത്തിൽ പ്രതികരിച്ച ബ്രിഗേഡിയർ മോഹൻപിള്ള. എന്തായാലും 5 മിസൈൽ ആക്രമണം ഉണ്ടായെന്ന് പാകിസ്ഥാൻ സൈന്യം തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.